ഇന്ന് നമ്മൾക്ക് വിനായാഷ്ടകത്തിലെ ആദ്യത്തെ 4 വരി ചൊല്ലാം. നമദേവവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമദിന്ദും ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ ഭീഷ്ടസന്ദം. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് എഴുത്തച്ഛൻ്റെ ഭാഷാപരമായ സംഭാവനകളും ഗുരുവിൻ്റെ ഭാഷാപരമായ സംഭാവനകൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് ഭക്തിയിലേക്ക് പോകാം. എഴുത്തച്ഛൻ ഭക്തിരസം കൊണ്ടുവന്നു എന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും വിശദീകരിച്ചു. അതെന്തിനാണ് ഭക്തി കൊണ്ടുവന്നത്, അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം ഇന്ന് നമ്മൾക്ക് ഭക്തി എന്താണ് ഭക്തി എന്നുള്ളത് നമ്മൾക്ക് മറ്റൊരവസരത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് വളരെ ശാസ്ത്രീയമായി ഭക്തി എന്താണെന്ന് ദർശനമാലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പിന്നെ മറ്റൊരവസരത്തിൽ പറയാം. ഇന്ന് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു വ്യത്യാസം, അതായത് എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഭക്തനും ഭഗവാനും രണ്ടായിട്ട് നിൽക്കുകയാണ് ഇല്ലേ. ഭക്തൻ ഇവിടെ നിന്നിട്ട് ഭഗവാനെ, അല്ലയോ ഭഗവാനെ എനിക്ക് മോക്ഷം ലഭിക്കണമേ അല്ലേ, എന്നെ എന്താണ് നീയാണ് സകലതും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ രണ്ടായി നമ്മൾ കാണുന്നു, ഭഗവാനും ഭക്തനും രണ്ടായിട്ട് കാണുന്നു. അതേസമയം ഗുരുദേവ കൃതികളിലേക്ക് വരുമ്പോൾ അവിടെ ഭക്തനും ഭഗവാനും ഭക്തിയും എല്ലാം തന്നെ ഒരറിവിൽ വന്നടങ്ങി ഒന്നായി നിൽക്കുന്ന ഒരു വീക്ഷണമാണ് നമ്മൾ ഗുരുവിൽ കാണുന്നത്. അവിടെ പ്രത്യേകിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് ദൈവദശകം എന്നുള്ള കൃതിയിൽ ഗുരു പറഞ്ഞത് ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നാണ്. ആഴണം എന്നാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഭഗവാനിൽ ആഴണം, ഭഗവാനിൽ ആണ്ടുപോയി അതായി മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സുഖം ലഭിക്കുക. അങ്ങനെ ഭഗവാനിൽ ആഴ്ന്നിറങ്ങി വേണം നിങ്ങൾ വാഴേണ്ടത്. അപ്പം നമ്മൾക്ക് വാഴണം, നമ്മളെല്ലാവരും സുഖമായി ജീവിക്കണം, വാഴണം. പക്ഷെ അത് ഭഗവാനിൽ ആഴ്ന്നിറങ്ങിയിട്ട് വേണം. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? സകലതിലും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തെ അവിടെ ഗുരു അറിവായി അല്ലെങ്കിൽ ആത്മാവായി ഒക്കെയാണ് ദൈവത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഭഗവാനും ഭക്തനും രണ്ടായി കാണുമ്പോൾ, എന്നാൽ ഗുരുവോ ഭഗവാനും ഭക്തനും ഭക്തിയും ഒക്കെ ഒരറിവിൽ വന്നടങ്ങുന്ന ഒരു ഏകലോക വീക്ഷണമാണ് നമ്മൾ ഗുരുവിൽ കാണുന്നത്. ഇവിടെ നമ്മൾക്ക് 2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, അധ്യാത്മരാമായണത്തിൽ ഇവിടെ നോക്കൂ, ദേവിയെയും ഭഗവാനെയും പറയുന്നത് എങ്ങനെയാണെന്ന്. ഈ അധ്യാത്മരാമായണത്തിൽ പറയുന്ന ചില വരികൾ ആദ്യം നമ്മൾക്ക് നോക്കാം. നോക്കിയേ, നാരായണൻ നീ രമാദേവി ജാനകി. നീ നാരായണനാണെങ്കിൽ ജാനകി രമാദേവിയാണ്. മാരാരിയും നീയും ആ ദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി. നീ ഭവാൻ ആദിത്യനാണെങ്കിൽ അതിൻ്റെ പ്രഭ ജാനകിയാണ്. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ ജാതവേദസ്സാണെങ്കിൽ സ്വാഹ മഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി.
രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി, രാജപ്രവരകുമാര രഘുപതി. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാനെ പറയുന്നു, ഭഗവാന്റെ ഒരു മറുവശമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാതിയായിട്ട് ഭഗവാനിൻ്റെ ഒരു എന്താണ് അതുമായി താദാമ്യം പ്രാപിച്ചു നിൽക്കുന്ന അല്ലേ മറ്റൊരു വശമായി ദേവിയെ അവതരിപ്പിക്കുന്നു. അതേസമയം ഗുരു ദേവിയെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് സ്തോത്രകൃതികളിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങളുണ്ട് ഗുരുവിൻ്റെ. ഇപ്പോൾ ഭദ്രകാളി അഷ്ടവം, ദേവീസ്തവം, ജനനീ നവരത്ന മഞ്ജരി, ഇങ്ങനെ ധാരാളം ദേവീ സ്തുതികളുണ്ട്. അപ്പം അതിൽ ചില സ്തുതികൾ മാത്രം നമ്മൾക്കെടുക്കാം. ഇപ്പോൾ രാമായണത്തിൽ ഇങ്ങനെ ഭഗവാനെയും ദേവിയെയും ഇങ്ങനെ ചേർത്ത് വെച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണമാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത്. അതേസമയം ഗുരുവിൻ്റെ രണ്ട് ദേവീ സ്തുതികൾ എടുത്തിട്ട് അതിലെ ഓരോ ശ്ലോകങ്ങൾ വീതം നമുക്കിന്നിവിടെ നോക്കാം. ഒന്ന് മലയാളത്തിലെ ഒരു കൃതിയും പിന്നെ ഒരു സംസ്കൃതത്തിലെ ഒരു കൃതിയിലെ ഓരോ ശ്ലോകങ്ങൾ വീതം ഇന്ന് നമ്മൾക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ഗുരുവും എന്താണ് ഭഗവാന്റെ ഭാര്യയായി അല്ലെങ്കിൽ ശിവന്റെ ഭാര്യയായി ദേവിയെ കാണുന്നുണ്ട്, അതിവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ദേവി എന്ന് പറയുന്നത് സകലത്തിലും നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന പരമമായ ചൈതന്യത്തെയാണ് ദേവിയായി. അവിടെ ദേവി എന്ന് പറയുന്ന ഒരു സത്യം മാത്രമേ ഉള്ളൂ. അല്ല ഭഗവാന്റെ പാതിയായിട്ടോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ഒരു നിഴലിൽ നിൽക്കുന്ന ഒന്നായിട്ടോ അല്ല ദേവിയെ ഗുരു കാണുന്നത്. പരമമായ സത്യമായിട്ട്, അറിവായിട്ട്, ആദി അറിവായിട്ട് ആണ് അവിടെ ദേവിയെ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ശിവസ്തുതികളോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കീർത്തനങ്ങളോ സുബ്രഹ്മണ്യ സ്തുതികളോ എന്തിനാണ് ഗുരു ഈ പേര് കൊടുത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു സത്യമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗുരു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ്, ഒരു മഹാവാക്യം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു മഹാവാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇല്ലേ? ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനോട് ചേർത്ത് വെച്ച് ഒരു വരിയും കൂടെ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ. അല്ലെ, നമ്മൾ പലപ്പോഴും ഈ ഒരു വരി മാത്രം പറയും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത്. പക്ഷെ അതോട് ചേർത്ത് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്നും കൂടെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ച് കാണുമ്പോഴാണ് നമ്മൾക്ക് ആ ഏകമായ സത്യത്തെ വെളിവാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദൈവം, ഒരു ദൈവത്തെയാണെന്ന് പറയുമ്പോഴും, ഇപ്പോൾ ശിവനെ പറയുമ്പോഴും ഒരു ദൈവം തന്നെയാണ് ഗുരു പറയുന്നത്. ദേവിയെ പറയുമ്പോഴും ഒരു ദൈവമാണ്. സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴും ഗുരു പറയുന്ന ആ ഏകമായ സത്യത്തെയാണ്. ഇവിടെ ഈ പേരുകൾ വെറും പ്രതീകങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ സത്യം ഒന്നേയുള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, സകലത്തിലും നിറഞ്ഞിരിക്കുന്ന പരമമായ ചൈതന്യം. അതിനെ ഗുരു അറിവെന്ന് വിളിക്കുന്നു, ആത്മാവെന്ന് വിളിക്കുന്നു. ആത്മാവെന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ആദതമായിരിക്കുന്നത്, സകലത്തിലും നിറഞ്ഞിരിക്കുന്നതെന്തോ അതാണ് ആത്മാവ്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആത്മാവെന്നുള്ള വാക്കുകൊണ്ടും ഗുരു വിളിക്കാറുണ്ട്, അറിവെന്നും പറയാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ദേവിയെ ഗുരു കാണുന്നത്. ഏതാ? പരമമായ സത്യമായി. ശിവസ്തുതി വരുമ്പോൾ അവിടെ ശിവൻ മാത്രമേ ഉള്ളൂ പരമമായ സത്യം.
സുബ്രഹ്മണ്യനെ പറയുമ്പോൾ അവിടെ പരമമായ സത്യം സുബ്രഹ്മണ്യനാണ്. അപ്പൊ പേരുകൾ എന്താണ്, ഒരു കാരണമേ അല്ല അതിൽ പറയാനായിട്ട്. പേരുകൾ ഏത് പറഞ്ഞാലും ദൈവം ഒന്നേ ഉള്ളൂ, ഒരു ദൈവം. ആ ഒരു ദൈവം എന്ന് പറയുന്നത് അറിവാണ്, ആത്മാവാണ്, ബോധമാണ്, പരമമായ ബോധമാണ്, പരമാവധി ബോധമത്രേ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇതിന് നമ്മൾക്ക് എവിടേക്കും പോകേണ്ട കാര്യമില്ല ദൈവത്തെ അന്വേഷിച്ച്. ഇതെല്ലാം നമ്മൾക്ക് സ്വയമേ അനുഭവിച്ച് നമ്മുടെ ചൈതന്യം, നമ്മുടെ ബോധം, ഇതെല്ലാം നമ്മൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. ദൈവത്തെ അന്വേഷിച്ച് എങ്ങോട്ടും പോകേണ്ട, എല്ലാം നിങ്ങളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ ഞാൻ തിരിച്ചറിയുമ്പോൾ അടുത്തവൻ്റെ ഉള്ളിലെ ചൈതന്യത്തെയും ഞാൻ മനസ്സിലാക്കുന്നു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അതിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനിരുന്നത് ജനനീ നവരത്ന മഞ്ജരി എന്നുള്ള കൃതിയിലെ 2ാമത്തെ ശ്ലോകം എടുത്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ദേവിയെ ഒരു ആദി അറിവായി ഗുരു കാണുന്നത്. 2ാമത്തെ ശ്ലോകം. ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല, അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം, എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ല ആരണം ക്രിയകൾ, മല്ലാടുകില്ല മതി ഈ സല്ലാപമൊന്നു മതി, എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി. അതാണ് ഇവിടെ നോക്കൂ, എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി. അതാണ് ഗുരു ഇവിടെ ഉപയോഗിച്ച വാക്ക്, എല്ലാവരും. അതാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. ഗുരുദേവ കൃതികളും ഗുരുവിൻ്റെ വാചകങ്ങളും ഗുരു പല സ്ഥലത്തും എഴുതി വെച്ച വാക്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിലെല്ലാം കാണുന്ന ഒരു വാക്കുണ്ട്, അല്ലേ? എല്ലാത്തിനെയും കൂടെ ആകെ കൂടെ കണ്ടുകൊണ്ടുള്ള ഒരു വീക്ഷണം. സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സർവരും. അപ്പൊ ഇവിടെ ഗുരു പറയുന്നു എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനി. എല്ലാവരും തിരയുന്നത് ആരാ ഇവിടെ? എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. പിന്നെയോ എല്ലാ ശാസ്ത്രങ്ങളും തിരയുന്നത് സത്യത്തെയാണ്, അല്ലേ? ശാസ്ത്രം അന്വേഷിക്കുന്നത് എന്താണ്? ശാസ്ത്രം അന്വേഷിക്കുന്നത് സത്യത്തെയാണ്. സത്യത്തെയാണ് എല്ലാവരും തിരയുന്നത്. അതുപോലെ എല്ലാ മതങ്ങളും തിരയുന്നതും സത്യത്തെയാണ്. എല്ലാ സിദ്ധാന്തങ്ങളും സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. എല്ലാ പ്രമാണങ്ങളും പ്രമാണശാസ്ത്രങ്ങളും ഒക്കെ തന്നെ തിരയുന്നത് സത്യത്തെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എന്നുള്ള ഒറ്റ വാക്കിലൂടെ ഗുരു പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? സകല ശാസ്ത്രങ്ങളും അന്വേഷിക്കുന്ന അതെന്താണ്? ഉല്ലാഘബോധജനനി. അതാണ് ആ ബോധജനനിയുടെ വ്യത്യാസം. എന്താ? ഒരു ദോഷവും ഏൽക്കാത്ത ഉല്ലാഘ ബോധജനനിയാണ്. യാതൊരു ദോഷവുമില്ലാത്ത എന്താണ്? ബോധസ്വരൂപിണിയായ അമ്മയെ. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഗുരുബോധം, പരമാവധി ബോധം എന്നും ഏതിനെ വിളിക്കുന്നുണ്ട്? ദൈവത്തെ വിളിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. പരമാവധി ബോധം, ആത്മാവ്, അറിവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും തിരയുന്ന ദോഷരഹിതയായ ബോധജനനിയാണ് അല്ലയോ അമ്മേ നീ. അതാണ് ബോധം, ബോധജനനി. അതോർത്തോണം. അപ്പൊ അവിടെ ഒരു രൂപത്തെ, ഒരു ദേവിയെ സ്തുതിക്കുമ്പോൾ പറയാണ് അല്ലയോ അമ്മേ നീ ദോഷരഹിതയായ ബോധജനനിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായി നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ബോധമുണ്ടോ? ഐ തിങ്ക് therefore I am, അല്ലേ? ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്.
ഞാനില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ബോധം പോയാൽ ഞാൻ ചിന്തിക്കില്ല. ഈ ലോകത്തെ മുഴുവനും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബോധം വെച്ചുകൊണ്ടാണ്, ഇല്ലേ? എൻ്റെ ബോധമാണ്, എൻ്റെ ഇൻ്റലിജൻസ് ആണ്, എൻ്റെ ബുദ്ധിയാണ് എനിക്കിങ്ങനെ വിവേചിച്ച് പറഞ്ഞു തരുന്നത്. അതാണ്, ഇതാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, എല്ലാം എൻ്റെ ബോധത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം നീയോ പരമാവധി ബോധമാണ്. നീയാകുന്ന പരമാവധി ബോധം തന്നെ എൻ്റെ ഉള്ളിൽ ബോധമായിട്ടിരുന്ന് പ്രവർത്തിക്കുന്നത്, ഇല്ലേ? അപ്പോൾ അവിടെ നോക്കണേ. അപ്പോൾ എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി, എല്ലാവരും അന്വേഷിക്കുന്ന, സത്യാന്വേഷികളായ എല്ലാവരും അന്വേഷിക്കുന്ന, എല്ലാ ശാസ്ത്രങ്ങളും അന്വേഷിക്കുന്നത് സത്യത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന ദോഷരഹിതയായ ബോധസ്വരൂപിണിയായ അമ്മേ, എല്ലാവരും തിരയുന്ന അമ്മ നീയാകുന്നു. എന്നിട്ട് നമ്മൾ നോക്കാം. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല. ആണ് ഇല്ലാതെ മായ മുഖാന്തിരമാണ് ഇങ്ങനെ ഈ പ്രപഞ്ചം നിന്നിൽ നിന്നും ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉല്ലാസം, ഉല്ലാസം, ഉല്ലാസം എന്നുള്ള വാക്ക് ഉത് അധികം ലാസം എന്നുള്ളതാണ്. ഉല്ലാസം അതായത് ഏത് രൂപം നീ എടുക്കുന്നു ആ രൂപത്തിലെല്ലാം നീ ലസിച്ചു കൊണ്ടിരിക്കും, അല്ലേ? ആ രൂപത്തിലെല്ലാം നീ നിറഞ്ഞ് ലസിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഏത് രൂപമായാലും, പ്രപഞ്ചത്തിലെ ഏത് രൂപം എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ നീ ഇങ്ങനെ നിറഞ്ഞ് ലസിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നീ ലാസ്യമാടി വിടുവീ എന്നും വേറൊരു സന്ദർഭത്തിൽ ഗുരു പറയുന്നുണ്ട്. നീ ലാസ്യമാടി വിടുന്ന നിന്റെ നൃത്തം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്നും മറ്റൊരർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഉല്ലാസം ഒന്ന്, ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇല്ലാത്ത മായ മുഖാന്തിരം നമുക്കുണ്ടെന്നുള്ള പ്രതീതി തോന്നുന്നത്. നിന്നിൽ നിന്നാണ് സകലവും ഉത്ഭവിക്കുന്നത്. പക്ഷെ മായ മുഖാന്തിരം നമ്മൾ വിചാരിക്കുന്നു ഈ കാണുന്നതാണ് സത്യമെന്ന്. അപ്പോൾ നിന്നിൽ നിന്നും എന്തൊക്കെ ഉത്ഭവിക്കുമോ അതിലെല്ലാം നീ നിറഞ്ഞിരിക്കുകയാണ്, നീ ലസിച്ചിരിക്കുകയാണ്, അല്ലേ? ഉത് അധികം ലാസം. അപ്പൊ നീ ഏത് രൂപം എടുക്കുന്നു ആ രൂപത്തിലെല്ലാം നീ ലസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ വേറൊരു അർത്ഥവും കൂടെ നമ്മൾ കാണണം. ഭേദചിന്തയില്ല. ഇവിടെയുള്ള സകല ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് നീ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭേദചിന്തയുണ്ടോ? ഉള്ളവനൊന്നും ഇല്ലാത്തവനൊന്നുമില്ല, വിദ്യാഭ്യാസം ഉള്ളവനൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊന്നുമില്ല, പിന്നെയോ സവർണനെന്നും അവർണനെന്നുമില്ല, ജാതിയില്ല, മതമില്ല, യാതൊന്നുമില്ല. എല്ലാത്തിലും നീയാവുന്ന ബോധജനനിയാണ് ലസിച്ചിരിക്കുന്നത്. നീയാവുന്ന പരമാവധി ബോധമാണ് സകലതിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭേദചിന്തയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അതാണ് ഗുരു ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം വളരെ ലളിതമായ വാക്കുകൾ, നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വാക്കിൽ ഒതുക്കി വച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്രയെങ്കിലും പേജുകൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും, ഇതൊക്കെ എന്താണ്? നിന്നിൽ നിന്നും വരുന്ന ഈ പ്രപഞ്ചത്തിൽ ഉള്ള സകല വസ്തുക്കളും എല്ലാം ഒന്നും അറിവല്ലാതെ ഇല്ല. ഇതൊക്കെ എന്താണ്? അറിവാകുന്നു. നീയാവുന്ന പരമാവധി ബോധമാകുന്ന അറിവാകുന്നു എല്ലാം. പിന്നെ ഇങ്ങനെ പ്രപഞ്ചത്തിനെ മൊത്തം ഗുരു പറഞ്ഞതിന് ശേഷം അടുത്ത് ഒരു പ്രത്യേക, കാരണം അന്ന് ഈ പ്രമാണശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്, അല്ലേ? പൃഥിവി, ആപഹ, തേജസ്, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട് മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ. അപ്പോൾ അതിനെ ആ പഞ്ചഭൂതങ്ങളെ വിട്ടുകളയാതെ ഇനി പ്രമാണങ്ങളെയും കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഗുരു ആദ്യം എല്ലാവരും തിരയുന്ന ഉല്ലാഘബോധജനനി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇതിനെ എടുത്തു പറഞ്ഞത്? ഈ പഞ്ചഭൂതങ്ങളെ, അതും ഇത് ദേവി തന്നെയല്ലേ. പക്ഷേ നിലവിലുള്ള ശാസ്ത്രങ്ങളിൽ പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരു അതിനെയും കൂടെ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളുകയാണ്. നോക്കിയേ, അനിലൻ കാറ്റ്, വായു, അനിലനും
കല്ലാഴിയും ആണ്. അപ്പോൾ നോക്കിയേ, ഭൂമിയെയും ജലം, ഭൂമി ജലം, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റ വാക്ക് കല്ലാഴിയും. കല്ല് ഭൂമി, ആഴി അത് നിങ്ങൾക്കെല്ലാം അറിയാം, സമുദ്രം, ജലം. അപ്പോൾ അവിടെ പഞ്ചഭൂതത്തില് അനിലൻ കാറ്റ്, കല്ലാഴി ഭൂമി ജലം, പൃഥ്വി ആബഹ, പിന്നെയോ കല്ലാഴിയും കനലും, അതാണ് അഗ്നിക്ക് പകരം പറഞ്ഞത് കനല്. ഇതെല്ലാം നമ്മൾ നേരിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള വാക്ക്. അവിടെയാണ് ഗുരു എല്ലാവരെയും മലയാള ഭാഷയിൽ പറയുക മാത്രമല്ല, ഈ അറിവിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും കൊണ്ടുവരിക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പഞ്ചഭൂതം ഞാൻ ആദ്യം പറഞ്ഞില്ല, പൃഥിവി അപ് തേജോ വായു ആകാശം എന്ന് ഞാൻ പറഞ്ഞു പോയാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവോ? ഇല്ല. അതേസമയം ഞാൻ കല്ല്, കാറ്റ്, ആഴി, കനല് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? എല്ലാവർക്കും പരിചയമായ വാക്കുകളാണത്. അപ്പൊ അതുകൊണ്ട് ഒരു കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും, ശൂന്യം ആകാശം. അപ്പോൾ വായുവായി, ഭൂമിയായി, ജലമായി, ആകാശമായി, അഗ്നിയായി. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം. അതാണ്, തീർന്നില്ല. വീണ്ടും ഗുരു ഇഷ്ടപ്പെട്ട വാക്ക് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എല്ലാം. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമോ അത് എല്ലാം ഒരാദി അറിവാം. അതാണ്, അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ള ആദ്യം ഒരറിവുണ്ട്. ആരാണ് ആ അറിവ്? അല്ലയോ ബോധജനനി, ഒട്ടും തന്നെ ദോഷം തീണ്ടാത്ത നീ തന്നെയാണ് ആദി അറിവ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു അതിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ആദി അറിവ് നീയാകുന്നു. അതാണ്. അപ്പൊ നിന്റെ വിശേഷം നീ പരമാവധി ബോധമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ അറിയാൻ നമ്മൾ എവിടെയും പോണ്ട, നമ്മുടെ ബോധം നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അപ്പൊ ആ ബോധത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭക്തി, ഗുരു ഒരു ദൈവം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ദൈവം? ഗുരു പറഞ്ഞ ഒരു ദൈവം എന്താണ്? അത് അന്ധവിശ്വാസമല്ല, അത് വിശ്വാസവുമല്ല, അത് സത്യമാകുന്നു. അതാണ്. ദൈവത്തെ വിശ്വസിക്കുകയല്ല വേണ്ടത്, ദൈവത്തെ നമ്മൾ അറിയുകയാണ് വേണ്ടത്. ദൈവത്തെ അറിയാൻ എന്ത് ചെയ്യണം? അവനവനിലേക്ക് തന്നെ നോക്കിയാൽ മതി. എൻ്റെ ബോധത്തിലേക്ക് നോക്കിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. അപ്പൊ അങ്ങനെ വളരെ യുക്തിയുക്തം ദൈവത്തെയാണ് ഗുരു ഇവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് ഗുരുവിനെ യുക്തിവാദി എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. യെസ്, യുക്തിവാദി തന്നെയാണ്. പക്ഷെ യുക്തിയുക്തം അറിവ് ഉണ്ടെന്ന് ഗുരു പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. യുക്തിയുക്തം തത്വപരമായി ഗുരു അറിവിനെ നമുക്ക് വിശദീകരിച്ച് തരുന്നു, ശാസ്ത്രീയമായി വിശദീകരിച്ച് തരുന്നു. അതാണ് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അടുത്ത് വീണ്ടും പറയണം. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. എല്ലാം ഒരു ആദി അറിവാകുന്നു. അടുത്ത് നോക്കിയേ, തല്ലാഘവം പറയിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി. അതാണ് തല്ലാഘവം പറയിൽ. അങ്ങനെയുള്ള നിന്റെ ലാഘവത്വം പറയുകയാണെങ്കിൽ, നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സകലത്തിലും നിറഞ്ഞിരിക്കുന്ന ബോധജനനിയായ ആദി അറിവായ നിന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ, നിന്നെക്കുറിച്ച് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ആരണക്രിയകൾ. ആരണക്രിയകൾ എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളൊക്കെ, അതായത് പൂജാവിധികൾ ഒന്നും തന്നെ പിന്നെ പ്രസക്തിയില്ല. നിന്നെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലേ, നീ ആവുന്ന ആ ശുദ്ധ ബോധമാണ് എന്നിലും നിറഞ്ഞിരിക്കുന്നതെന്ന് നിന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ആരണക്രിയകളൊന്നും വേണ്ട. ആരണക്രിയകൾക്ക് പിന്നെ സ്ഥാനമേ ഇല്ല, ഇല്ലേ? അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശകത്തിൽ പറഞ്ഞത്, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അങ്ങനെ മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യാൻ കഴിയാത്തവർക്ക്
അമ്പലത്തിൽ പോയി മാല കെട്ടി വേണമെങ്കിലും പൂജിക്കാം. പക്ഷേ ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തല്ലാഘവം പറകിൽ, നിന്നെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇല്ല ആരണം ക്രിയകൾ, പിന്നെ ഒരു ക്രിയയും വേണ്ട. പിന്നെ നമ്മൾ എന്താണ് വേദങ്ങളിൽ പറയുന്ന ക്രിയകൾക്കൊന്നും തന്നെ പിന്നെ അവിടെ സ്ഥാനവുമില്ല. മല്ലാടുകില്ല മതി, പിന്നെ എൻ്റെ മനസ്സ് ചാഞ്ചാട്ടമില്ല. ഞാൻ നിന്നിൽ ഉറച്ചു കഴിഞ്ഞു. എൻ്റെ ബോധത്തിൽ നീയാവുന്ന ബോധം, പരമാവധി ബോധം, എന്നിലിരിക്കുന്ന ബോധം എന്നുറച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിന് പിന്നെ ചാഞ്ചാട്ടമൊന്നുമില്ല. പിന്നെ മറ്റൊരു ശാസ്ത്രത്തിൽ ഇത് പറയുന്നു, ആ ശാസ്ത്രത്തിൽ ഇത് പറയുന്നു, ഈ പ്രമാണം ഇത് പറയുന്നു, ആ മതം ഇത് പറയുന്നു, ഇങ്ങനെ വാദങ്ങളിൽ പെട്ട് എൻ്റെ മനസ്സ് ചാഞ്ചാടുകില്ല. മല്ലാടുകില്ല മതി, എൻ്റെ മനസ്സിന് പിന്നെ ചാഞ്ചാട്ടമില്ല. ഈ സല്ലാഭമൊന്നു മതി, എനിക്ക് ഈ സല്ലാഭം മതി. സല്ലാഭം, നല്ല ലാഭം ഇല്ലേ? എല്ലാ കാര്യത്തിലും ഒരു ലാഭവും നഷ്ടവും നോക്കും ആളുകൾ. അതുകൊണ്ടായിരിക്കും ഗുരു ഇവിടെ ലാഭം എന്നുള്ള വാക്ക് ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ എല്ലാത്തിലും ലാഭനഷ്ട കണക്കുകൾ എടുക്കുക. ഇത് നല്ല ലാഭം എന്നാണ് ഗുരു പറഞ്ഞ, സല്ലാഭം. കാരണം ഈ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടി ഇല്ലേ? നമ്മൾ എന്തിനാണ് രാവിലെ കട തുറന്ന് ആദ്യം ദേവിക്ക് വിളക്ക് കത്തുന്നത്, അല്ലെങ്കിൽ ദേവന് വിളക്ക് കത്തുന്നത്? എന്തിനാണല്ലയോ ഭഗവാനെ, നീ എനിക്കിന്ന് നല്ല കച്ചവടം തരണേ അല്ലേ? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന നല്ല ഡോക്ടർ രാവിലെ എണീറ്റ് പൂജിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു, അല്ലയോ ഭഗവാനെ എനിക്ക് ഓപ്പറേഷൻ നല്ലവണ്ണം ചെയ്യാൻ കഴിയണേ അല്ലേ? ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വീക്ഷിക്കുന്നതിന് മുമ്പ് എന്താണ്, അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഗണപതിക്ക് പൂജ വെച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഈ ക്രിയകളൊന്നും വേണ്ട. നീ തന്നെ ഞാൻ നിന്നിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിന്റെ പ്രവൃത്തിയാണ്, പിന്നെ എൻ്റെ പ്രവൃത്തി ഇല്ല. പിന്നെ സകലതിലും നീയാണ്. എനിക്ക് പിന്നെ ക്രിയകളൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അത് എൻ്റെ കഴിവല്ല, ഇത് ഭഗവാൻ എനിക്ക് തന്നതാണ്, ഭഗവാൻ എന്നിൽ അർപ്പിച്ച നിയോഗമായി ഞാനിത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, എൻ്റെ കർമ്മവുമില്ല. ഇവിടെ ഉള്ളത് പിന്നെ എന്താണ്? നീ മാത്രമാണ്. നീ ചെയ്യുന്നു, കർമ്മവുമില്ല, കർമ്മഫലവും ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ വിളക്ക് വെക്കേണ്ട ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാനും നീയും രണ്ടാണ്. നീ എനിക്ക് നിന്നെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു രൂപമാണത്. പക്ഷേ അതൊരു സ്വാഭാവികമായ ഭക്തിയാണ്. അവിടെ ഞാനും ഭഗവാനും രണ്ട്. പക്ഷേ ഗുരു കാണുന്നതോ, എനിക്ക് നീയാകുന്ന ലാഭം കിട്ടിയാൽ മതി അല്ലേ? സല്ലാഭം മതി. എനിക്ക് നിന്നെ കിട്ടിയാൽ പിന്നെ ഞാൻ എന്തിനാണ്? ഞാൻ നീയായി കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് ആരണം ക്രിയകളൊന്നും വേണ്ട. എനിക്ക് എൻ്റെ മനസ്സ് പിന്നെ ചാഞ്ചാടുന്നതുമില്ല. എനിക്ക് നീയാകുന്ന ലാഭം മതി. അത് തന്നെയാണ് എല്ലാവരും തിരയുന്ന ഉല്ലാഘ ബോധജനം അല്ലേ? അപ്പോൾ നോക്കണേ, ഈ ഒറ്റ ശ്ലോകത്തിലൂടെ ഗുരു എന്തൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. എത്ര ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു ഏകലോക വീക്ഷണമാണ്. യാതൊരു ഭേദചിന്തയുമില്ലാതെ പ്രപഞ്ചത്തിലെ സകലത്തിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യത്തെ അല്ലേ? ഫിസിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണ്? ഊർജം അല്ലെ? എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഊർജം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ ഈ കാണുന്നവനും അവൻ പഠിക്കുന്ന വസ്തുവും ഊർജവും രണ്ടാകുന്നു. ഇവിടെ ഗുരു അങ്ങനെയല്ല, രണ്ടല്ല, ഇതിലെല്ലാം ഒന്നായി കാണുന്നവര് അവസ്ഥ. പഠിക്കുന്നവനും അതിലാണ്ടു പോകുന്നു. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ദേവിയായി മാറുന്നു. നീയാകുന്ന ലാഭം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, നല്ല ലാഭം എനിക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഒരു കഥ കേട്ടിട്ടുണ്ടാവും. മറ്റേ ദുര്യോധനനും പാണ്ഡവരും ഒക്കെ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന കഥ അല്ലേ? യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഏതാണ് വേണ്ടത്? ശ്രീകൃഷ്ണന്റെ പിന്നെ പടയും കോപ്പും ഒക്കെ വേണം. ആദ്യം ചോദിക്കുന്ന ആളിനെ ഇഷ്ടമുള്ള ചോദിക്കാം. ഇപ്പൊ ദുര്യോധനൻ ചോദിച്ചത് പടയും കോപ്പും ഒക്കെ മതി. അർജുനൻ പറഞ്ഞു എനിക്ക് നിന്നെ മതി ഇല്ലേ? എനിക്ക് നിന്നെ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായ ഒരു വീക്ഷണം. അവിടെ ദേവി എന്നുള്ള പേരുണ്ടെങ്കിലും ദേവി എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഒരാദി അറിവാം. ആ ആദി അറിവാകുന്ന
പരമാവധി ബോധമാകുന്ന നിന്നെ എനിക്ക് കിട്ടണം. പിന്നെ എൻ്റെ മനസ്സ് ചാഞ്ചാടുന്നില്ല. പിന്നെ എനിക്ക് ആരണം ക്രിയകളൊന്നും വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു പറയുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യം തന്നെയാണ്. അതില്ലെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഉണ്ടെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ട്, എൻ്റെ ബോധമുണ്ട്, ഞാൻ എന്നെ അറിയുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നു. അങ്ങനെ അറിയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയും മനസ്സിലാക്കുന്നത്, ഇല്ലേ? അങ്ങനെ ആ ഒരു ദൈവത്തെ അറിയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ഏകലോക വീക്ഷണമാണ്, ആ സമഗ്രതയാണ് ഗുരുദേവകൃതികളിൽ കാണുന്നത് എന്നുള്ളതിന് ഈ ഒറ്റ ശ്ലോകം മാത്രം. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല, അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധജനെ. അപ്പോൾ ഈ ഒറ്റ ശ്ലോകത്തിലൂടെ നമുക്കിനി മറ്റൊരു സമയത്ത് ഗുരുവിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു സംസ്കൃത കൃതി ഇതിലെങ്ങനെയാണ് ഗുരുദേവിയെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു തുടർച്ചയാണ് അടുത്ത ക്ലാസ്. ഈ ക്ലാസ്സിലാണ് ഇന്ന് ജന്നി നവരത്ന മഞ്ജരിയിലെ ഒരു ശ്ലോകമാണെങ്കിൽ നാളെ ദേവീസ്തവത്തിലെ ഒരു സംസ്കൃത ശ്ലോകവും കൂടെ ചൊല്ലിയിട്ട് ഈ 2 ക്ലാസ്സും കൂടെ ചേർത്ത് വെച്ച് കാണാം. എല്ലാവർക്കും നമസ്കാരം.